ഇതാണ് പൊമേലോ, കമ്പിളി നാരങ്ങ, ചിലർ ബബ്ലൂസ് എന്നൊക്കെ പറയും. എനിക്കിവിടെ രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കളറിലുള്ള അതായത് നമ്മളിത് തൊലി പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ഫ്ലഷിൻ്റെ കളറാണ് ഞാൻ പറയുന്നത്. ഒന്ന് വൈറ്റും ഒന്നൊരു സ്ലൈറ്റ് പർപ്പിൾ കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് പർപ്പിൾ കളറാണ്. ഇത് രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കളർ കൊണ്ട് മാത്രമല്ല, ഒന്നിൻ്റെ ഫ്ലഷ് വൈറ്റാണ്, ഒന്നിൻ്റെ പർപ്പിൾ പോലത്തെ കളറാണ്. ഈ പർപ്പിൾ പോലത്തെ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ അല്ലിക്കൊരു ചെറിയ സവർ ടേസ്റ്റ് ഉണ്ട്, ചെറിയ പുളി. ഈ ചവർപ്പെന്നല്ല പറയേണ്ടത്, അതൊരു പുളി ടേസ്റ്റ് ഉണ്ട്. ഈ മാൻഡറിനൊക്കെ കഴിക്കുന്നൊരു ഫീലാണ്. പക്ഷേ വൈറ്റ് അങ്ങനെയല്ല, വൈറ്റിന് നല്ല സ്വീറ്റാണ്. അപ്പോൾ പലർക്കും പല ടേസ്റ്റാണല്ലോ, ടേസ്റ്റ് ബഡ് പലർക്കും പലതല്ലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, വൈറ്റ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. പിന്നെ ഇത് നമുക്ക് കൂടുതൽ രാസവളങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ വല്ല കോഴിക്കാഷ്ടോ അല്ല, ഞാനിവിടെ ചെയ്യുന്നത്, നമുക്ക് കോഴിയുണ്ട്, അപ്പോൾ കോഴിയുടെ കാഷ്ടം ഉപയോഗിക്കും, അല്ലെങ്കിൽ കുതിരച്ചാണകം മേടിക്കാൻ കിട്ടും, അതിടും. അല്ലെങ്കിൽ നമുക്ക് ആട്ടും കാഷ്ടം മേടിക്കാൻ കിട്ടും, അതിടും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മൾച്ച്, അതായത് വുഡിൻ്റെ ചിപ്സ് മേടിച്ചിട്ടും, അതൊരു വർഷമൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും പതുക്കെ ഡീക്കെ ആയിട്ട് മണ്ണുമായിട്ട് അങ്ങ് ലയിച്ച് ചേർന്നോളും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ മണ്ണിൽ നിറയെ നമ്മളെവിടെ കളച്ചാലും നമുക്ക് മണ്ണിര കാണും കൂടുതൽ. അതായത് ഫ്രൂട്ട്സൊക്കെ അളവ് കുറവായിരിക്കുന്നുള്ളൂ, പിന്നെ വലിപ്പം കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളിലൊക്കെ വളരെയധികം ടേസ്റ്റുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്ന വെജീസിനും ഫ്രൂട്ട്സിനും ഒക്കെ. അത് കറക്റ്റ് നമ്മൾ ഫീൽ ചെയ്യണം. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് ഒരു ഏത്തക്ക മേടിച്ച് നമ്മളിവിടെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്നതും കൂടെ രണ്ടും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചീര, വാഴയുടെ കൂമ്പ്, ഈ വാഴയ്ക്ക, അതുപോലെ ഈ പൊമേലോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നുമ്പോൾ നമുക്കിവിടെ ഇല്ലാത്ത സമയത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊമേലോ. അപ്പോൾ പുറത്ത് കടകളിൽ നിന്ന് മേടിക്കും. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആനയും പോലുള്ള വ്യത്യാസം നമുക്ക് തോന്നാം. നമ്മൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ വെജീസിൻ്റെ ടേസ്റ്റ് വളരെ നമുക്ക് ഇതായിട്ട് തോന്നും. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, ഓർഗാനിക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുക. കുറച്ച് വലിപ്പം കുറവായിരിക്കും, അല്ലെങ്കിൽ ധാരാളം പ്രൊഡ്യൂസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ടാവുന്നത് വളരെയധികം ടേസ്റ്റുള്ളതായിരിക്കും, ഗുണകരമായിരിക്കും നമ്മുടെ ശരീരത്തിനും. മാത്രമല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഉന്മേഷമാണ്. ഇങ്ങനെ ഒരെണ്ണം പറമ്പിൽ പോവുക, സ്കൂൾ അവധിയൊക്കെ ആണിപ്പം, ഇവിടെ 2 ആഴ്ചത്തേക്ക് ഇനി അവധിയാണ് ബ്രിസ്ബണിൽ, പോയി പറിക്കുക, കഴിക്കുക, പിള്ളേരുമൊക്കെ ആയിട്ടിരുന്ന ഒരു രസമല്ലേ. അതൊക്കെ തന്നെയല്ലേ ലൈഫിൻ്റെ ഒരു മധുരം, ലഹരി, ആനന്ദം എന്നൊക്കെ പറയുന്നത്. വീണ്ടും കാണാം. സ്വന്തം.